Hi everyone. I don't fancy this kind of videos which I'm going to present here. പക്ഷേ റീസെൻ്റ്ലി നോട്ടീസ് ചെയ്ത ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. ബിക്കോസ് ആ ഒരു ന്യൂസ് കണ്ടതിന് ശേഷം ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. സോ വെൽക്കം ബാക്ക് ടു ബ്രൗൺ ബോയ്സ് യോർക്ക്ഷയർ. ഐം റിസ്വാൻ, വിഷ്വൽ സ്റ്റോറി ടെല്ലർ ഓഫ് ബ്രൗൺ ബോയ്സ് യോർക്ക്ഷയർ. വിഷ്വൽ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തു നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആ ഒരു മൊമെൻറ്റ്സ് അതിൽ കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കയറ്റി, പിന്നെ BGM കാര്യങ്ങളും സ്ക്രീൻ ടെക്സ്റ്റും ഒക്കെ ഇട്ട് റീൽസിലും മറ്റു സ്ഥലങ്ങളിലും പ്രസൻറ്റ് ചെയ്യുക അതായിരുന്നു. പക്ഷേ ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് എൻ്റെയോ നമ്മൾ ടീം മെമ്പേഴ്സിൻ്റെ ഒരു പ്ലാൻ അല്ലായിരുന്നു. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിലുള്ള കേരളത്തിലുള്ള കാട്ടാക്കടയിലുള്ള ഒരു പെൺകുട്ടി, 18 വയസ്സുള്ളൊരു പെൺകുട്ടി ഇന്ന് നമ്മോടൊപ്പം ഇല്ല. സൂയിസൈഡായിരുന്നു. സോ നിങ്ങൾ പലരും ആ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ന്യൂസ് കണ്ടു. ആ സമയത്ത് നമുക്കൊരു വിഷമം തോന്നി. 18 വയസ്സുള്ള കുട്ടി ഒന്ന് മര്യാദയ്ക്കൊന്ന് ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്തല്ലോ. ഓക്കെ, ആ ന്യൂസ് കണ്ടു. ഡേയ്സ് കഴിഞ്ഞു, മന്ത്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് ഒരു വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലത്തെ 3-4 ന്യൂസ് കണ്ടിട്ടുണ്ടാവാം. 18 വയസ്സുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തു, അങ്ങനത്തെ ഉള്ള. പക്ഷേ എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് കണ്ട സമയത്ത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണക്കും കൂടി കാണാനിടയായി. വെറും 2025 മാത്രം സൂയിസൈഡ് ചെയ്ത 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ മോർ ദാൻ 350, 350 കൂടുതലാണ്. അത് കണ്ട സമയത്ത് വല്ലാണ്ടൊന്ന് എന്താ പറയുക, ചിന്തിക്കാൻ തുടങ്ങി. ഇത്രയും കുട്ടികളോ, 359 കുട്ടികൾ, ഇറ്റ്സ് നോട്ട് ചെറിയൊരു റേറ്റല്ല അത്. ആവറേജ് ഡെയിലി ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാണ്. ഓക്കെ, സോ 2024 കണക്കിലേക്ക് പോയാൽ ആ ഒരു കണക്ക് 300-ൻ്റെയും 350-ൻ്റെയും ഇടയിലാണ്. ഒരു വർഷം കൂടി പിന്നോട്ട് പോയാൽ 2023 പോയാൽ that was in between 250 and 300. These are not just numbers. ഇതൊക്കെ ഒരു സ്വപ്നങ്ങളാണ്, ഇതൊക്കെ ഫാമിലീസാണ്, നഷ്ടപ്പെട്ട ജീവനാണ്. സോ ഇതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആത്മഹത്യാ പ്രേരണമായിട്ടുള്ള കാരണങ്ങൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അക്കാഡമിക് സ്ട്രെസ്, വീട്ടിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഈ പുറത്ത് സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇവരൊക്കെ ആരോടും പറയാണ്ടുള്ളൊരു ബാറ്റിൽ കഴിഞ്ഞവരായിരിക്കും. ആരും കാണാതെ, ആരും കേൾക്കാത്ത ഒരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്തവരായിരിക്കും. ആ സമയത്തൊക്കെ അവരെന്തായിരിക്കും ചിന്തിച്ചിരിക്കുക? ഐ ആം നോട്ട് വർത്ത് ഇനഫ്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെക്കൊണ്ടൊരു കാര്യമില്ല, ഞാനൊരു ഭാരമാണ്, ഈ വേദന മാറാനും പോകുന്നില്ല എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാകുന്നത്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പെയിൻ മാറും, ഈ ഒരു സമയവും മാറും. സോ ജീവിതം ഭയങ്കര വിലപ്പെട്ട കാര്യമാണ്. ഇവിടെയാണ് ഇമോഷണൽ സപ്പോർട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ജസ്റ്റ് ഒരാൾ മതിയാവും, അല്ലെങ്കിൽ അവരോട് ഒരൊറ്റൊരു കോൺവെർസേഷൻ മതിയാവും ഒരാളുടെ ജീവിതം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി. പിന്നെ പാരൻസിനോട്, നിങ്ങളുടെ കുട്ടികൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പാരൻറ്റിനല്ല വേണ്ടത്, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പാരൻ്റാണ് വേണ്ടത്. അവരെ ജഡ്ജ് ചെയ്യാണ്ട് കേൾക്കുക, പിന്നെ അവരെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക, അവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, അവനങ്ങനെ എത്തി, നീ എന്താണ്, അങ്ങനെയൊക്കെ പറയാതിരിക്കുക. അവരെ സ്വഭാവത്തിൽ വരുന്ന ആ ഒരു ചേഞ്ചസ് നോട്ടീസ് ചെയ്യുക, അവരോട് പറയുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് മനസ്സിലാവുമല്ലോ, അത് സീരിയസ് ആയിട്ട് എടുക്കുക. ഡെയിലി അവരോട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അവരെന്തെങ്കിലും വന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ള
ഫോണൊക്കെ അങ്ങ് മാറ്റി വെച്ച് അല്ലേ, നമ്മളങ്ങനെയാണല്ലോ പാരൻസ്. മേ ബി കുട്ടികളെന്ന് പറയുന്ന സമയത്ത് ഫോൺ സ്ക്രോൾ ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾ മൈൻഡാക്കാണ്ട് അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കാം. പിന്നെ അവരെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വന്നാൽ ഇതൊക്കെ എന്ത്, ഇതെല്ലാം ചെറിയ പ്രശ്നമാണ് അങ്ങനെയൊന്നും പറയാണ്ട് അവരെ വിഷമം മനസ്സിലാക്കാൻ നിൽക്കുക. അവർ പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കോ അല്ലെങ്കിൽ ആ ഒരു പാസ്സായതോ അതിൻ്റെ കാര്യങ്ങൾ കുറ്റപ്പെടുത്താണ്ട് അവർ ചെയ്ത എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അവരോട് ചില വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നീയുള്ളൊരു ഭാരമാണ്, ഒരു വേദനയാണ്, അങ്ങനെയൊന്നും പറയാണ്ട് നീ ഒന്നും എവിടെ എത്തൂല അങ്ങനെയൊന്നും പറയാതെ അവരിടുന്ന ഒരു എഫേർട്ടിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോവുക. ഒരു മിസ്റ്റേക്ക് പറ്റി അപ്പോൾ ആ സമയത്ത് അവരെ പണിഷ് ചെയ്യാണ്ട് അവരോട് ചോദിക്കാൻ എന്താണ് പറ്റിയത്, ഹൗ ഡു യു ഫീൽ, അങ്ങനെയൊക്കെ ചോദിച്ച് അവരുടെ സോഷ്യൽ മീഡിയയും ഫ്രണ്ട് സർക്കിളൊക്കെ ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യുക. അത് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കരുത്. കെയർ, അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കുക. അവർക്ക് ആവശ്യമാണെങ്കിൽ അവരെ തെറാപ്പിസ്റ്റിനെ കാണിക്കുക, കൗൺസിലേഴ്സിനെ ഒക്കെ കാണിക്കുക, അവരോട് സംസാരിക്കുക, അവരോട് അഡ്വൈസ് തേടുക. അവരുടെ സ്ലീപ്പ് പാറ്റേൺ, അവരുടെ ഫുഡ്, പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു മൂഡ് ചേഞ്ചസ് ഒക്കെ നോട്ടീസ് ചെയ്യുക, അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. പിന്നെ അവരെന്തെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം അവരിൽ ബിൽഡ് ചെയ്യിക്കുക. സോ അവർക്ക് എന്തുവാണെങ്കിലും നിങ്ങളോട് പറയാൻ പറ്റും, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. സോ അവർക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാരൻറ്റിനല്ല വേണ്ടത്, അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാരൻറ്റിനാണ് വേണ്ടത്.